ഇടി കുത്തിത്തിരിപ്പൊന്നും ഇവിടെ ഏക്കൂലടി. ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഐ നോ മൈ വേ. ഞാൻ നിന്റെ വേയിൽ വന്ന് കുറുക്ക് നിൽക്കുന്നത് നീ പണ്ടിതയാണെന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ മാത്രമല്ല എന്നെയും പറ്റിച്ചിട്ടുണ്ട്. ആ പാണിത്യം ഞാൻ അങ്ങ് പുറത്താക്കി തരും, അത്രേ ഉള്ളൂ. നിന്റെ പാണിത്യം എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമുണ്ട്. നടന്ന് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിന്റെ ഈ സർക്കസിന് നീ ബാക്കിയുള്ളവരെ തരുവാക്കേടിയാണ്. നിനക്ക് നടന്ന് മാപ്പിള പിടിക്കണം. കണ്ടടം നിറങ്ങി കണ്ടവന്മാരെയൊക്കെ പിടിച്ച് മാപ്പിള പിടിക്കണം. നിനക്ക് എന്താണടി നിനക്കുള്ളത്? നീ മനുഷ്യശ്രീയാണോ? നിനക്കൊരു അല്പം കോമൺ സെൻസ് ഉണ്ടാ? നിനക്ക് കണ്ടടം നിറങ്ങി നടക്കാമല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഏറ്റവും നല്ല പരിപാടി എന്തെന്ന് അറിയാമോ? നീ ഇപ്പം 3 കളിക്കുകയാണ്, അതിന് പകരം നീ എന്ത് ചെയ്യുന്ന 4 കളിക്ക്. ഞാനിപ്പോൾ അലീക്ക ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു വിടാം. അദ്ദേഹത്തിന്റെ മക്കളല്ലേ അവിടെ ഉള്ളത്. അയാളുടെ മക്കളെ നിനക്ക് കൂടെ നിർത്തി പഠിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ മക്കളെ കൂടെ നിർത്തി പഠിപ്പിക്കുക. അയാൾ എന്തിന് കഴുകി കുളിപ്പിച്ച് സോപ്പ് വാങ്ങിച്ചു വിടും. അയാൾ കുളിച്ചിട്ട് നിന്റെ കൂടെ നിൽക്കും. അപ്പൊ അവൻ അങ്ങോട്ട് പോകുമ്പോൾ നിനക്ക് ഇങ്ങനെ വെച്ച് കളിക്കാം. എന്നിട്ട് ഇത് വീഡിയോ എടുത്ത് ഭയങ്കര റീച്ചാണ്. നീ ബഷീറുടെ ചാനൽ നോക്കൂ, മില്യൺ അടിച്ച് നിൽക്കുകയാണ് അവര്. 2 ഭാര്യയും 1 ഭർത്താവുമായിട്ടുള്ള ഈ സർക്കസിന് മില്യൺ വ്യൂവേഴ്സാണ്. ഇതിനകത്തും ചെയ്യും, നിങ്ങൾ 2 കൂടെ ചെയ്യും. അതായത് ഇപ്പൊ നീയും അലിയും ഗഫൂറും ലവളും 4 പേരും കൂടെ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും ചെയ്യാം. നല്ല പരിപാടിയാടി. അതിന് വ്യൂവും കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. ഗഫൂറിന്റെ ആദ്യത്തെ ഭാര്യ അവൻ കളഞ്ഞിട്ടില്ല, അവന്റെ കുട്ടികളെ അവൻ കളഞ്ഞിട്ടില്ല, അവന്റെ പെണ്ണുമ്പിളെ അവൻ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെയും പോകുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്. എന്നിട്ടിരുന്നുണ്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ കള്ളത്തരം എന്താണെന്ന് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ദാറ്റ്സ് ഇറ്റ്. അപ്പം നിന്റെ ഈ കുത്തിത്തിരിപ്പ് കൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട. എന്റെ സഹോദരങ്ങളാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അത് ക്ഷമിക്കാൻ. അവരത് ക്ഷമിച്ചോളും. ഇനി അവർ ക്ഷമിച്ചില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. എന്റെ വിഷയം എന്റെ കുട്ടികളെ ബാധിക്കുന്ന, എന്റെ കുടുംബത്തിനെ ബാധിക്കുന്ന, എന്റെ തലമുറയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഞാൻ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. എന്നെയും എന്റെ തലമുറയെയും അപരവൽക്കരിക്കുന്ന ഈ വൾഗാരിറ്റി നീ നിർത്തുന്നിടം വരെ നിനക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ളത് വാക്കാണ്. അത് ഇവരെന്നെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലേലും ഞാനത് ചെയ്യും എന്നുള്ളത് ഉറച്ചു വെച്ചോ. പിന്നെ ഞാൻ ഇവിടെ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ കാത്തു നിൽക്കുകയാണ്. 12 മണിയായിട്ട് ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയുള്ളൂ. എനിക്ക് കോഴിക്കോട് അങ്ങോട്ട് എത്താനുണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. നിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നീ വരികയാണെങ്കിൽ പെട്ടെന്ന് വരണം. നീ ആരെന്റെ ആളെ കൊണ്ടുവന്ന് തന്നെ അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞു. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പെട്ടെന്ന് വാ. ഒരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട്, അത് ഇതിന്റെ കൂടെ ഞാൻ അനുബന്ധമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും ഉള്ളൂ. അപ്പൊ വീണ്ടും സാജ് എന്ന് പറഞ്ഞ ആള് എനിക്ക് മെസ്സേജ് അയച്ച ആളിനോടും അതേപോലെ കുറച്ചധികം പേരുണ്ടായിരുന്നു, റസി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പഴയ കുറെ വീഡിയോസ് ഉണ്ട്, അതിലൊക്കെ തന്നെ ഞാൻ ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെ. അപ്പോഴും അതൊരു എവിഡൻസ് ആണ്. കാരണം ഞാൻ അത്രത്തോളം പറഞ്ഞിട്ടും എന്നെ ഇസ്ലാമിയരെ ആക്രമിച്ചിട്ടില്ല. എന്നെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു വലിയ തെളിവാണ്. ആ ഒരു നുണ ഈ സ്ത്രീ പറയുന്നത് കള്ളമാണെന്ന് കാണിക്കാൻ ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ഒന്നും തരാനൊക്കത്തില്ല. ആൻഡ് സെക്കൻഡ്, ഇത് ഭയങ്കര എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു വിഷയമാണ്. എന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒന്ന് വീണുപോയി. അത് ഞാൻ വളരെ വിഷമിച്ച ഒരു വിഷമം ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഈ മിസ്റ്റേക്ക് പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇറ്റ് വാസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്.